മഴ തോരും മുമ്പയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന കിച്ചണിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലീനെ, ഇന്ന് രോഹിത് ഒരു പെൺകുട്ടിയുമായി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ നീ അത് എന്നോട് പറയാതിരുന്നത്? ഞാൻ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് നീ എന്നോട് പറയേണ്ടതായിരുന്നില്ലേ? ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, അത് മാഡത്തിന് ഞാൻ നല്ലത് പറഞ്ഞാലും ഇഷ്ടപ്പെടാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇത് കേട്ട് വൈജയന്തിക്ക് ദേഷ്യം വരുവാണ്. നീ ഇക്കാര്യം ബാലചന്ദ്രനെ വിളിച്ച് അറിയിച്ചിരുന്നോ? ആ, ഞാൻ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നമ്പർ എവിടുന്നാ നിനക്ക് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അത് ഞാൻ ഇക്കാര്യം ആദ്യം മുത്തശ്ശിയോടാണ് പറഞ്ഞത്. മുത്തശ്ശിയെ പറഞ്ഞത് സാറിനെ വിളിച്ച് പറയാൻ. അങ്ങനെയാണ് സാറിനെ വിളിച്ചത്. പിന്നെ നമ്പർ അതാ ആ കലണ്ടറിലുണ്ടായിരുന്നു എന്നിങ്ങനെ പറയാണ് നമ്മുടെ അലീന. ഇത് കേട്ടതും വൈജയന്തി പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് എന്നെ വിളിച്ച് പറയാമായിരുന്നില്ലേ? അതിന് മാഡത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ലല്ലോ. ഞാൻ ഒരു വട്ടം മാഡത്തിനോട് ചോദിച്ചതാ. അന്ന് മാഡം എന്നോട് എന്താ പറഞ്ഞത്? ഓ, ഒരു ജോലിക്കാരിയായി നിനക്ക് എന്തിനാടി എൻ്റെ നമ്പർ എന്നാണ് എന്നോട് ചോദിച്ചത്. ഇത് കേട്ടതും വൈജയന്തിക്ക് ദേഷ്യം വരിക. ഓ, നീ ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഓർത്ത് വെച്ചോണ്ടിരിക്കുക അല്ലേടി? ആ, ഓർത്ത് വെക്കേണ്ടതൊക്കെ ഓർത്ത് വെക്കാതിരിക്കാൻ പറ്റുമോ എന്നും നമ്മുടെ അലീനയും ചോദിക്കുന്നുണ്ട്. നീ എന്തിനാടി ഈ രോഹിത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഇടപെടുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് അലീന പറയുന്നുണ്ട്, രോഹിത്ത് എൻ്റെ ഒരു അനിയനെ പോലെയാ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതെന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നത്, അതെ, നീ അവനെ അനിയനെ പോലെ സ്നേഹിക്കണ്ട, അവനെ സ്നേഹിക്കാൻ ഞങ്ങളുണ്ട്. ഇത് കേട്ടതും അലീന നമ്മുടെ വൈജയന്തിയെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുക. നീ എന്താടി എന്നെ നോക്കി പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. എങ്കിൽ ശരി, ഇനി മാഡവും സാറും ഇവിടെ ഇല്ലാത്ത സമയത്ത് ആരെയും കൊണ്ട് ഇവിടെ ആര് കയറി വന്നാലും ഞാൻ ഒന്നും ഉണ്ടെന്നില്ല, അങ്ങനെ ചെയ്താൽ മതിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വൈജയന്തിക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താടി എന്നെ കളിയാക്കുവാണോ? ഇന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് പിരിച്ചുവിടും, നിന്നെ കാണണം നിനക്ക് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ അലീന പറയുന്നുണ്ട്, ഒരു വട്ടം പിരിച്ചുവിടാൻ വേണ്ടി നോക്കിയതല്ലേ, എന്നിട്ട് ശ്രമിച്ചിട്ടും നടന്നില്ലല്ലോ. ഇത് കേട്ടതും എന്താടി നീ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറ. അല്ല, മാഡം എന്നെ പിരിച്ചുവിടാനൊന്നും നോക്കണ്ട, ഞാൻ പോകുന്നില്ലെന്ന് പറയായിരുന്നു. മാഡം എന്നെ പിരിച്ചുവിട്ടാലുണ്ടല്ലോ, ഈ ജന്മം എന്നെപ്പോലെ ഒരു പണിക്കാരത്തിയെ ജോലിക്കാരിയെ മാഡത്തിന് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ വൈജയന്തിക്കറിയാം സത്യം. ഇവളെപ്പോലൊരു ജോലിക്കാരിയെ കിട്ടത്തില്ലെന്ന് വൈജയന്തിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് വൈജയന്തി ഒന്നും മിണ്ടാതെ ഒന്ന് നിന്ന് പരുങ്ങുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് അങ്ങ് എസ്കേപ്പ് ആവുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ അലീന നിന്ന് ചിരിക്കുന്നുമുണ്ട്. അങ്ങനെ രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനിടയിൽ അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, സാറേ, എനിക്ക് നാളെയും മറ്റന്നാളും ലീവ് വേണം. അത് കേട്ടതും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ കുട്ടി? അത് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ രേവതിക്കുട്ടിയുടെ അടുത്ത് പോകുന്ന കാര്യം, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ്. ആ, ശരി, എങ്കിൽ ശരി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, ഇവൾ ചോദിക്കുമ്പോഴേക്കും ലീവ് അങ്ങ് കൊടുക്കുകയാണ് ബാലചന്ദ്രൻ നിങ്ങൾ. നീ എന്താടി ഒരു അവകാശം പോലെയാണല്ലോ ചോദിക്കുകയാണ് നമ്മുടെ വൈജയന്തി. ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, അവകാശം തന്നെയാണ് ചോദിക്കുന്നത്, ഔദാര്യമല്ല. ഔദാര്യം ഞാൻ നല്ലവണ്ണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെന്ന് പറയാണ്. ഔദാര്യം ചെയ്യുന്നുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മുത്തശ്ശിയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഈ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളും ഞാൻ നോക്കുന്നു. അതെല്ലാം എൻ്റെ ഔദാര്യം തന്നെയാണ്. എൻ്റെ ഇഷ്ടത്തോടെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ മാഡത്തിനെ പേടിച്ചിട്ടൊന്നുമല്ല. ഞാൻ ഇവിടെയുള്ള കുട്ടികളെയെല്ലാം എൻ്റെ കൂടപ്പിറപ്പുകളെ പോലെയാണെന്നോ കാണുന്നത്. ഇവിടുത്തെ സാറിനെ ഞാൻ എൻ്റെ അച്ഛനെ പോലെയും എന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ ഒന്നങ്ങ് അത്ഭുതപ്പെട്ടു പോവുകയാണ് നമ്മുടെ അലീനയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട്. വൈജയന്തിക്കാണെങ്കിൽ ദേഷ്യമാണ്. എന്നെ ഇഷ്ടമല്ലെങ്കിൽ മാഡം എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. എൻ്റെ മാഡത്തിൻ്റെ ആട്ടും തുപ്പ് കേട്ട് കിടക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. സാറേ, നാളെ കണക്ക് തീർത്ത് ശമ്പളം ഇങ്ങ് തന്നേക്ക്. നാളെ പോയാൽ ഞാൻ ഇങ്ങ് തിരിച്ചു വരുന്നില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അലീന റൂമിലേക്ക് പോകുന്നത്. ഇത് കേട്ടതും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ ശരി, അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം അല്ലേ വൈജയ്? അപ്പോൾ ഇപ്പോഴേക്കും വൈജയന്തി പറയുക, കണ്ടില്ലേ അവളുടെ അഹങ്കാരം. ആ, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, അവൾ ഇനി ഇവിടെ വേണ്ട, നാളെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്, ക്യാഷെല്ലാം തീർത്ത് കൊടുത്തേക്ക് അവൾക്ക്. അത് കേട്ടതും ബബിത പറയുന്നുണ്ട്, ആ അമ്മേ, കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീയെ ഇനി ജോലിക്ക് വെച്ചാൽ മതി. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ ഉണ്ടല്ലോ, നിൻ്റെ അമ്മയുടെ ബാഗിൽ കുറേ ജോലിക്കാരുണ്ട്, മാറ്റി മാറ്റി തരം തിരിച്ചെടുക്കാൻ അങ്ങനെ എടുത്തു വെച്ചിരിക്കല്ലേ നിൻ്റെ അമ്മ ജോലിക്കാരെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വൈജയന്തി, എന്താ ബാലചന്ദ്രൻ നിങ്ങളീ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. നിനക്കറിയാവോ,
ഒരു ഹോം നഴ്സിനെ വെച്ചാൽ അമ്മയെ നോക്കാൻ ഒരു ഹോം നഴ്സിനെ വെച്ചാലേ ആ ഹോം നഴ്സിന് പിന്നെ ലീവും കൊടുക്കണം, ഉറങ്ങാനുള്ള ബെഡ്റൂം കൊടുക്കണം, അവർക്ക് വായിക്കാനും ടി വി കാണാനുമുള്ള സൗകര്യങ്ങൾ, ഭക്ഷണം ഇതെല്ലാം നമ്മൾ കൊടുക്കണം. അവർ ചെയ്യത്തില്ല. പിന്നെ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഒരു സെർവൻറ്റിനെ വെക്കണം. അപ്പോൾ സെപ്പറേറ്റ് സെർവൻറ്റിനെ വയ്ക്കുമ്പോൾ 2 പേർക്കും ലീവും ഉണ്ടായിരിക്കും, അവർക്ക് സെപ്പറേറ്റ് ശമ്പളവും കൊടുക്കണം. അങ്ങനെ ഒരു മാസത്തേക്ക് ഒരു 40,000 രൂപയെങ്കിലും 2 പേർക്ക് കൂടിയാവും. പക്ഷേ നമ്മുടെ അലീനയുണ്ടല്ലോ, വെറും 15,000 രൂപയ്ക്കാണ് അമ്മയുടെ കാര്യങ്ങളും നോക്കുന്നുണ്ട്, ഈ വീട്ടിലെ മൊത്തം ജോലിയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിനക്ക് 2 ദിവസത്തെ ലീവ് അവൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അല്ലേ വൈജയ്? നിനക്ക് എന്തിൻ്റെ കേടാടി വൈജയ് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ എഴുന്നേറ്റ് പോയി കൈ കഴുകുകയാണ്. ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവളെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്താന്ന് വെച്ചാലേ എനിക്ക് പറ്റത്തില്ല 2 ജോലിക്കാരെ വെക്കാൻ. അമ്മയെ ഒന്നുമില്ലെങ്കിൽ നീ അമ്മയെ അവിടെ കൊണ്ടുപോയി വിടുക. നിൻ്റെ ആങ്ങളുടെ ജോലിയാണ് അമ്മയെ നോക്കണതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ മകൻക്കുള്ളതാണ്. അല്ല, അമ്മയെ ഇവിടെ നിർത്തുകയാണ്, അമ്മയെ നോക്കണം, ഇവിടുത്തെ ജോലികളും ചെയ്യണമെന്നുണ്ടെങ്കിലേ അലീനയെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അലീനയെ തൽക്കാലം ഇവിടുന്ന് പിരിച്ചുവിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. നേരം വെളുത്തതും നമ്മുടെ അലീന ചൂലക്കെടുത്ത് മുറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോഴേക്കും അതിലെ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഡോഗും കൂടി നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് അലീനയെ കണ്ടതും ഡോഗ് ഓടിച്ചെന്ന് അലീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇത് കണ്ടതും അലീന പറയുന്നുണ്ട്, എടാ എന്തിനാ നീ എൻ്റെ അടുത്തേക്ക് വന്നത്? നിൻ്റെ ഡോക്ടർ ഏമാൻ കണ്ടില്ലേ നീ വന്നത്? നമ്മൾ 2 പേരും ഇനി ഒരുമിച്ച് കാണരുതെന്നല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. നീ വേഗം ചെല്ല് എന്ന് പറയാണ്. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടാ ഇങ്ങോട്ട് വാടാ, നീ എന്താടാ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഡോഗിൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ് ഡോക്ടർ. ഡാ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് കഴുത്തിലുള്ള ബെൽറ്റ് പിടിച്ച് വലിക്കുകയാണ് ഡോക്ടർ. പക്ഷേ എന്നിട്ട് അലീനോട് ദേഷ്യപ്പെടുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവനെയും കൊണ്ട് ഒരു കമ്പനി ഉണ്ടാവരുതെന്ന്? നീ എന്ത് കൊടുത്താ ഇവനെ മയക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, ഡോക്ടർ ഞാൻ എന്ത് ചെയ്യാനാ? അവനല്ലേ എൻ്റെ അടുത്തേക്ക് വന്നത്, ഞാൻ അവനെ മയക്കി വെച്ചിട്ടൊന്നുമില്ല. ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടുത്തെ ബഹളം കേട്ടിട്ട് അകത്തു നിന്നും ബാലചന്ദ്രനും വൈജയന്തിയും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ബാലചന്ദ്രൻ എന്താ ഡോക്ടർ വിശേഷിച്ചെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, അതെ ഇവനുണ്ടല്ലോ, ഇവൻ ഞാൻ പറയുന്നത് തീരെ അനുസരിക്കുന്നില്ല. ഇവൾ ഫുഡ് കൊടുത്തിട്ട് വശത്താക്കി വെച്ചിരിക്കുക. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഞാൻ പറയുന്നത് അനുസരിക്കാതെ ഇവളുടെ അടുത്തേക്ക് ഓടി വരും. ഞാൻ പറയുന്നതൊന്നും ഇവൻ അനുസരിക്കുന്നില്ല ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമ്മുടെ അലീനെ നീ എന്താ ഇവന് ഫുഡ് കൊടുക്കാറുണ്ടോ? ഇല്ല സാർ, ഞാനിവന് ഫുഡൊന്നും കൊടുക്കാറില്ല. ഇത് കേട്ടത് ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ കാണാറുണ്ട് ഇവൾ പുറത്തിറങ്ങി ഫുഡ് കൊടുക്കുന്നത്. ആണോടി എന്ന് വൈജയന്തി ചോദിക്കുക. ഇല്ല മാഡം, ഞാനേ പുറത്തു കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികൾക്കാണ് ഫുഡ് കൊടുക്കാറ്, അല്ലാതെ ഇവന് ഞാൻ ഇന്നേ വരെ ഫുഡ് കൊടുത്തിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന ഉടനെ ഇവനോട് പറഞ്ഞതാ, അവനോട് കെഞ്ചിയതാ, നീ പോക്കോ, എന്നെ തല്ല് കൊള്ളിക്കരുതെന്ന്. എന്നിട്ട് ഇവന് പോയില്ല എന്ന് പറയാണ്. നിങ്ങൾ നിങ്ങളുടെ സർവൻറ്റിനെ മര്യാദ പഠിപ്പിച്ച് ഒതുക്കിയിരുത്തിക്കോ എന്ന് പറയുകയാണ് ഡോക്ടർ. ഇത് കേട്ടതും ബാലചന്ദ്രൻ ചിരിയോടെ ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടറെ, നിങ്ങൾക്ക് പേടിയുണ്ടോ ഇവർ 2 കൂടെ ഒളിച്ചോടി പോയാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർക്ക് അറിയാതെ അങ്ങ് ചിരി വരും കേട്ടോ. ഒരു കുശുമ്പോടെ ഇങ്ങനെ നോക്കുന്നുമുണ്ട് നമ്മുടെ അലീന നമ്മുടെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക്. എന്നിട്ട് ബാലചന്ദ്രൻ വീണ്ടും ചിരിക്കുകയാണ്. എന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പട്ടിയുണ്ടല്ലോ അതിനെ അങ്ങ് പൂട്ടിയിട്ടേക്ക് ചങ്ങലയ്ക്ക്. ഞാൻ ഇവളെയും വേണമെങ്കിൽ ഒരു ചങ്ങല എടുത്ത് പൂട്ടിയിടാം, അങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ബാലചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ നായം കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അലീന റൂമിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ അലീനെ പുറത്തൊരു ബഹളം? ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, അതെ ആ ഡോക്ടറുടെ നായക്കുട്ടി ഉണ്ടല്ലോ അത് എൻ്റെ അടുത്തേക്ക് വന്നു. അവർ നടക്കാനായിട്ട് പോവുമായിരുന്നു, അത് ഓടി വന്നതിന് വഴക്ക് പറയായിരുന്നു എന്നെ എന്ന് പറയുമ്പോൾ, ഇതിനു മുന്നും നീ ഇതിന് വഴക്ക് കേട്ടതല്ലേ? അതെ മുത്തശ്ശി, ഞാൻ എന്ത് ചെയ്യാനാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ ഫുഡ് കൊടുത്തിട്ട് മയക്കി വെച്ചു എന്നാ. ഞാൻ മയക്കി വെച്ചിട്ടൊന്നുമില്ല. എല്ലാ നായക്കുട്ടികൾക്കും എന്നോട് ഒരു പ്രത്യേക സ്നേഹ, എനിക്ക് അവരോടും അങ്ങനെയാ. പണ്ട് സ്നേഹനികേതനത്തിലായിരിക്കുമ്പോഴേ
ഒരു നായക്കുട്ടി ഉണ്ടല്ലോ എന്നെ സ്കൂൾ വരെയും കൊണ്ടാക്കും, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അത് സ്നേഹനികേതൻ വരെയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയാ ഈ നായ്ക്കുട്ടികൾക്ക് എന്താണെന്നറിയില്ല, എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയാണ്. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ആരുമില്ലാത്തവർക്കും ആരെങ്കിലുമൊക്കെ തുണ വേണ്ടേ, അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാതെ എല്ലായിടത്തും പോവാലോ എന്ന് പറയായിരുന്നു. അപ്പോഴേക്കും അലീന പെട്ടെന്ന് പറയുന്നുണ്ട്, മുത്തശ്ശി ഞാനത് മറന്നു, സമയം ഒരുപാടായില്ലേ, ഞാനേ പോവാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ, പോവാനോ എങ്ങോട്ടേക്കെന്ന് ചോദിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എറണാകുളത്തേക്ക് പോണ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് തുറക്കുകയാണ് അലീന. പെട്ടെന്ന് തന്നെ ഡ്രസ്സും എടുത്തുകൊണ്ട് മാറ്റി ചേഞ്ച് ചെയ്തിട്ട് വരികയാണ് അലീന. ഒരു ബാഗും ഒരു കിറ്റൊക്കെ ഉണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ പോയിട്ട് വരാം കേട്ടോ, നീ ഇനി എപ്പോഴാണ് വരിക? അത് പറയാൻ ഒക്കത്തില്ല, 2 ദിവസം എടുക്കും. ഇത് കേട്ടതും മുത്തശ്ശി പറയുന്നുണ്ട്, നീ പോയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല, എന്നെ നോക്കാൻ ആരാ? അപ്പോഴാണ് അലീന പറയുന്നത്, ഇന്ന് കുട്ടികൾക്കൊക്കെ ലീവല്ലേ, അതുകൊണ്ടാണ് ശനിയും ഞായറും പോവാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇവിടെ ബബിതയും കൃഷ്ണമോളും ഒക്കെ ഉണ്ടല്ലോ, ആരുണ്ടായിട്ട് എന്താ, ആരുണ്ടായാലും നീ ഉള്ളതുപോലെ ആവില്ല അലീനെ. അവരൊക്കെ ഉണ്ടല്ലോ മടിച്ച ഓരോന്നൊക്കെ എനിക്ക് ചെയ്തു തരുന്നത്, അപ്പോൾ എനിക്കും ഭയങ്കര വിഷമം അത് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാനങ്ങ് പെട്ടെന്ന് പോയിട്ട് വരാം മുത്തശ്ശിക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയുടെ താടിക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അലീന ബാഗൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് റൂമിൽ നിന്നും. ബാലചന്ദ്രൻ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, അല്ല വൈജയ് നിനക്കിന്ന് ലീവാണല്ലേ? അപ്പോൾ വൈജയന്തി ഇങ്ങനെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? നമുക്കെന്ത് സെക്കൻഡ് സാറ്റർഡേ, നമുക്കെന്നും ഒരു ലീവും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ പോവാണെന്ന് മാഡം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തി, നീ ഇവിടുത്തെ ജോലികളെല്ലാം തീർത്ത് വെച്ചിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, അതെ, പലഹാരമെല്ലാം ഉണ്ടാക്കി, ഉച്ചക്കത്തേക്കുള്ള ചോറും ഉണ്ടാക്കി, തുണികളെല്ലാം അലക്കി, തൂത്തുവാരി തുടച്ചു, മുറ്റമടിച്ചു, ഇത്രയൊക്കെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുകയാണ്. മതി, നാളെ നീ നേരത്തെ ഇങ്ങോട്ടേക്ക് എത്തില്ലെന്ന് ചോദിക്കുകയാണ്. വൈകിട്ട് ആകുമ്പോഴത്തേക്കും എത്താമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അലീന പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല മാഡം, ഞാനിന്ന് ലീവല്ലേ, പിന്നെ എന്തുദ്ദേശിച്ചാണ് മാഡം എന്നോട് ജോലികളെല്ലാം തീർത്തിട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചത്? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇതെല്ലാം തീർത്തു വെച്ചു, എൻ്റെ മര്യാദയ്ക്ക് ഞാനിതെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ മാഡത്തിന് അങ്ങനെ നാളെ നേരത്തെ വരില്ലേ എന്ന് ചോദിക്കാനുള്ള അവകാശമില്ല. 2 ദിവസത്തെ ലീവ് ചോദിച്ചാൽ ആ 2 ദിവസം ഞാൻ ജോലി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മാഡം ലീവ് എടുത്തിട്ട് ജോലി ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ വൈജയന്തിയോട് ചോദിക്കുകയാണ്. അത് കേട്ടതും ആകെ വെളുത്ത് നിൽക്കുകയാണ് വൈജയന്തി. നമ്മുടെ ബാലചന്ദ്രൻ എന്തായാലും നന്നായി ഇത് വൈജയോട് ഇത് ചോദിച്ചത് എന്നുള്ള മട്ടിലാണ് ബാലചന്ദ്രൻ്റെ നിൽപ്പ്. സാറേ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനോടും യാത്ര പറഞ്ഞ് നമ്മുടെ അലീന അവിടെ നിന്നും ഇറങ്ങുവാണ്. ഉടനെ തന്നെ വൈജയന്തി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, കണ്ടോ ബാലചന്ദ്ര, അവളുടെ അഹങ്കാരം, അവൾ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? ഇത് കേട്ടതും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ ചോദിച്ചതിൽ എന്താ തെറ്റ്? നീയല്ലേ ഇതൊക്കെ അവളെ കൊണ്ട് പറയിപ്പിച്ചത്. അല്ലെങ്കിൽ അവൾ ലീവ് എടുത്തിരിക്കുന്ന സമയത്ത് നീ എന്തിനാ അവളോട് ജോലി കഴിഞ്ഞിട്ടാണോ പോകുന്നത്, നാളെ നേരത്തെ വീട്ടിലേക്ക് തിരിച്ചു വരില്ലേ എന്നൊക്കെ ചോദിക്കേണ്ട അവകാശം നിനക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാൻ അവളോട് ജോലിയൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു എന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ, നീ ആരെയും വൈജയ് ഇങ്ങനെ വില കുറച്ച് കാണരുത്.